എടാ ഇതൊരു സംഭവമാണല്ല, കാണാതിരിക്കുന്നേ ഉള്ളു മോനെ. ഗ്ലാസ് ബ്രിഡ്ജ് അടക്കമുണ്ട് വീട്ടിന്റെ അകത്താ തന്നെ. ഏതായാലും നമുക്ക് ഗേറ്റിൽ തന്നെ തുടങ്ങാം. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഗേറ്റിന് വെച്ചിട്ടുള്ളത് ഇത് HPL ബോർഡാണ്. HPL ബോർഡും പിന്നെ GI പൈപ്പിൽ ചെയ്തതാണ്. GI പൈപ്പ് മെറ്റൽ ഷീറ്റ് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ ആ ഒരു പെയിന്റ് കളർ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോ ഏതായാലും നമുക്ക് വീടിന് പേര് നൽകിയിട്ടുള്ളത് റൂഹ് എന്നുള്ള പേരാണ്. ആ നെയിം ബോർഡെല്ലാം നല്ല അടിപൊളി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മതിലിനായാലും പെയിന്റ് കൊടുത്തിട്ട് ടെക്സ്ചർ ഫിനിഷിംഗ് ആണല്ലേ. മതിലെല്ലാം ഒരേ ഫിനിഷ് ലെവൽ തന്നെ കൊടുത്തതല്ലേ. ഏതായാലും നമുക്ക് തുടങ്ങിക്കൂടാന്നാലേ. പിന്നെ അതുപോലെ തന്നെ ഇത് 3400 സ്ക്വയർ ഫീറ്റിലാണ് വീട് വരുന്നത്. 4 ബെഡ്റൂമാണ്. വളരെ വലിയ വീട് തന്നെയാണ്. വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് അകത്ത് കയറിയിട്ട് കണ്ട്, പേര് പോലെ തന്നെ ആത്മാവെന്നല്ലേ ഇവരെ, അത്രക്ക് വൃത്തിയായിട്ട് തന്നെ വീട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഒരു വീഡിയോയില് ഒതുങ്ങൂല. ചിലപ്പോൾ നമ്മൾ പാർട്ട് 2 ആയിട്ട് ഇടും. എന്തായാലും നമ്മൾ പരമാവധി ഫാസ്റ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കയറുമ്പോൾ തന്നെ ഗ്രൗണ്ടില് സ്റ്റോൺ ഫിനിഷിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു സൈഡില് കുറച്ച് ഗാർഡൻ ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ മതിലിനൊക്കെ സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മതില് ഫുൾ ആ ഒരു ടെക്സ്ചർ ടൈപ്പ് തന്നെ ചെയ്തിട്ട് നമ്മള് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ ഇവിടെ കസ്റ്റമർക്ക് ഇപ്പോ ഒരു സീറ്റിംഗിലാക്കിയിട്ട് ചെയ്യേണ്ട പ്ലാനിലുള്ളത് അല്ലേ. അപ്പൊ നമ്മള് വീടിന്റെ എക്സ്റ്റീരിയർ നോക്കണെങ്കിൽ ഈ പെയിന്റ് വരുന്നത് ഗ്രേ ഫിനിഷ് ആ ടെക്സ്ചർ ആണല്ലോ വരുന്നത്. ഗ്രേ ഫിനിഷ് പില്ലർ അങ്ങനെ വരുന്ന ടൈപ്പാണ് മൊത്തം ഗ്രേ ഫിനിഷ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അവിടെ സൺസൈഡിന് പകരമാണ് ഈ ഒരു, അവിടെ സൺസൈഡ് ഉണ്ടായിരുന്നില്ല. ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മൾ GI പൈപ്പില് ലൂവർ വെച്ചിട്ട് ചെയ്തതാണ്. അതേപോലെ തന്നെയാണ് ആ വിൻഡോനും സൺസൈഡ് ഇല്ല. ഈ വിൻഡോ ഇതേ ഫിനിഷിംഗ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ആ വിൻഡോ വരുന്നത് വൈറ്റ് കളറില്. ഇത് UPVC അല്ല, അത് കാണും UPVC ഞാൻ തോന്നുന്നുണ്ടെങ്കിൽ വുഡല്ലേ നമ്മള് പെയിന്റ് ഫിനിഷ് ചെയ്തത്. അതിന് നേരെ മുകളിൽ സെയിം കോപ്പി തന്നെയാണ്. പക്ഷെ ഇത് UPVC ആണ് ഇപ്പൊ വരുന്നത്. ഇത് UPVC. അതുപോലെ തന്നെ ഗ്ലാസ് ഫുൾ ഗ്ലാസ്സിലാണ് മാറ്റി കഴിഞ്ഞാൽ താഴത്ത് കാണുന്ന പ്രയർ റൂമും TV അതെന്തായാലും നമുക്ക് അകത്തുനിന്ന് കാണാമല്ലോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ പെയിന്റ് കൊടുത്തിട്ടുള്ളത് ഒരു യൂറോപ്യൻ സെറാമിക് ഫിനിഷിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇത് കൊടുത്തിട്ടുള്ളത് ഇത് ഒരു ക്ലാഡിംഗ് ടൈപ്പ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്, സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അല്ലെ. പിന്നെ വരുന്നത് ലൈറ്റിംഗ് ആണ്. അത്യാവശ്യം പോയിന്റും കാര്യങ്ങളൊക്കെ ആ ഒരു എക്സ്റ്റീരിയർ രാത്രിത്തെ ഫീല് കിട്ടുന്ന സംഭവങ്ങളാണ്. ഏത് രീതിയിലാണ് ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഈ ലൈറ്റിംഗ് കൊടുത്തത്. പിന്നെ അതുപോലെ തന്നെ CCTV കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ പോർച്ച് കൊടുത്തിട്ടുണ്ട്. പോർച്ച് നല്ല ഹൈറ്റിലാണല്ലോ കൊടുത്തിട്ടുള്ളത്. അപ്പൊ കാർ പോർച്ച് നല്ല വിശാലായിട്ട് തന്നെ കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ഫുള്ള് ഇന്റീരിയർ വർക്കും ചെയ്തിട്ടുള്ളത് നമ്മുടെ അരൂം ഇന്റീരിയേഴ്സ് തന്നെയാണ്. അരൂം ഇന്റീരിയേഴ്സിന്റെ കുറെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കുറെ നാളെ നമ്മൾ വീഡിയോ ചെയ്യാത്ത, വേറെ ഒന്നല്ല, നല്ല മനസ്സിന് ഇണങ്ങിയ അടിപൊളി വീട് കിട്ടുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കാറുള്ളൂ. അതുകൊണ്ട് വെയിറ്റ് ചെയ്തതാണ്. പക്ഷെ ഇത് കണ്ടപ്പോൾ സന്തോഷമായി. ഫുള്ള് നിങ്ങളെ കാണിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. നമ്മുടെ സന്തോഷം എന്ന് പറഞ്ഞാല് വേറൊരു വർക്ക് ബേസാണ് ഈ വർക്ക് വന്നിട്ട്. അവരുടെ ഫാമിലി മെമ്പർ തന്നെയാണ്, ഒരു ബ്രദർ സിസ്റ്റർ എന്നുള്ള ലെവൽ തന്നെ ഈ വർക്ക് ഹോൾഡ് ചെയ്ത് ആ വർക്ക് ചെയ്ത് കഴിഞ്ഞതിന്റെ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഈ വർക്കിലേക്ക് എത്തിയത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ വർക്ക് കണ്ട് ബോധ്യപ്പെട്ടിട്ടാണല്ലോ നിങ്ങൾ. ആ വീഡിയോ നിങ്ങളെ തന്നെ ഉണ്ട്. ആ വർക്ക് നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോയിലുണ്ട്. ഓക്കെ, അതിന്റെ ലിങ്ക് എന്തായാലും ഞാൻ താഴെ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ വീട് വരുന്നത് പാനൂര് പന്നിയന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. വീട് കാണാം അല്ലെ. ഈ സ്റ്റെപ്പ് വരുന്നത് ഒരു കാൻലിവർ ഡിസൈൻ ആണ്. മീൻസ് ഇത് എയർലൈനിൽ നിൽക്കുന്നു. അതെ, ആ ലെവൽ തന്നെയാണ് അതിന്റെ സിസ്റ്റം ചെയ്തിട്ടുള്ളത്. 2 പില്ലർ സൈഡിൽ കൊടുത്തിട്ട് അതിൽ തന്നെ അതന്നെ നല്ലൊരു ഭംഗിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫുള്ള് സ്റ്റെപ്പ് കൊടുക്കാതെ അതിൽ തന്നെ ചെറിയൊരു ഡിസൈൻ കീപ്പ് ചെയ്ത് അതുപോലെ തന്നെ അവിടെ പ്ലാന്റും കീപ്പ് ചെയ്തിട്ടാണുള്ളത്. വളരെ മനോഹരമാക്കിയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മള് വീട്ടിലേക്ക് വരുമ്പോ ഈ ഫ്ലോറിന് കൊടുത്തിട്ടുള്ളത് ടൈൽസ് ആണ്. ഒരു ഗ്രേ ഫിനിഷിംഗ് ആ ഒരു വീട്ടിന് മാച്ച് ആയിട്ടുള്ള ആ ഒരു കളർ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലെ. പിന്നെ അതുപോലെ ഇവിടെ ഒരു ബെഞ്ച് കൊടുത്തിട്ടുണ്ട്. കുഷൻ ഒക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ബെഞ്ച് തന്നെയാണ് നൽകിയിട്ടുള്ളത്. പിന്നെ
ഇവിടെ ഫിനിഷിംഗ് യൂറോപ്യൻ ഫിനിഷിംഗ് തന്നെയാണ് വെയിൻസ്കോട്ട് എന്നതിന്റെ സാധനത്തിന്റെ പേര് വരുന്നത്. വെയിൻസ്കോട്ട് അല്ലേ? അതുപോലെ അതിന്റെ ആ ഒരു ലൈറ്റിംഗ് കൊടുത്തത് ആ ഒരു ഡിസൈൻ തന്നെ ആദ്യമേ കീപ്പ് ചെയ്യുന്ന രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ ഇവിടെ പെയിന്റ് നമ്മള് മൊത്തം വീട്ടിന് മൊത്തം ഒരു എക്സ്റ്റീരിയർ ഒരു ഗ്രേ ഫിനിഷിംഗ് ലെവലാണ്. ഗ്രേ ഫിനിഷിംഗ് ടെക്സ്ചർ ഉണ്ടെങ്കിൽ ഇത് പ്ലെയിൻ ഗ്രേ ലെവലിലേക്ക് വന്നു. ഓക്കെ. പിന്നെ അവിടെ ഒരു ലെങ്തി വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് മെയിൻ ഡോർ വരുന്നത്. ഡോറിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു ഭാഗത്തും വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതും ലെങ്തി വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അവിടെ സെയിം ലൈറ്റ് ഫിനിഷിംഗ് തന്നെയാണുള്ളത് അതിന്റെ. ഓക്കെ. അവിടെ ഇവിടെ ഒരേ ലൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ തന്നെ സീലിംഗ് കൊടുത്തിട്ടുണ്ടല്ലോ, ഒരു വുഡൻ ഫിനിഷിംഗ് വിനീറാണ്. ഓക്കെ. വിനീർ അത് സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ 2 സിറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സെയിം പാറ്റേണിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ? സിംഗിൾ സീറ്റ് ലെവലിൽ തന്നെ 2 നല്ല വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ മെയിൻ ഡോർ എളുപ്പത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് ഒറ്റ ഡോറാണോ? അല്ല, ഇത് മദ്രാൻസ് ആണ്. മദ്രാൻസ് ആണ്. ഉമ്മി മോനോ? ഇവർക്ക് എന്തും പറയാലോ, ഇന്റീരിയറിന്റെ ടീമല്ല ആയിക്കോട്ടെ. പിന്നെ മുകളില് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ആ ഒരു ഗോൾഡൻ ഫിനിഷിംഗ് മെറ്റല് ആണ് ചെയ്തത്. നമുക്ക് ഏതായാലും അകത്തേക്ക് പോയിക്കോട്ടെ. ഇത് എന്ത് ഫിനിഷിംഗ് ആണ്? ഇത് ഫിനിഷിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. നല്ല വൈറ്റ് നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നേരെ അകത്തേക്ക് പോവാം. അകത്തേക്ക് ഇനിയാണ് നിങ്ങൾക്ക് കാണാനുള്ളത്. അപ്പൊ നമ്മള് കേറിയപാട് തന്നെ ഇവിടെ കാണുന്ന ഈ ഒരു വാള് ഇത് ഹൈറ്റിലാണല്ലോ. ഇത് ഡബിൾ ഹൈറ്റാ വരുന്നത്. ഇതിന്റെ ഫിനിഷിംഗ് വരുന്നത് നമ്മളൊരു സിമെന്റ് ഫിനിഷിംഗ് ടെക്സ്ചർ ആണ്. ഇത് ടെക്സ്ചർ അല്ലേ? ടെക്സ്ചർ ഇങ്ങനെ ഒരു പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഒരു ഇറ്റാലിയൻ ഫിനിഷിംഗ് അങ്ങനെ പറയാം. നല്ല സ്മൂത്ത് ഉണ്ടല്ലേ? പുറത്തെ ടെക്സ്ചർ വേറെതാണെങ്കിൽ ഇതൊരു വേറെ ഡിസൈൻ. ഇതും അപ്പൊ ടെക്സ്ചർ ആണ്. ഒരുപാട് ടെക്സ്ചർ ഉണ്ട് വീട്ടിലൊരു ഡിസൈൻ കൺസെപ്റ്റ്. അതെന്തായാലും നമുക്ക് കാണാം. പിന്നെ ഇത് വരുന്നത് ഒരു സ്ട്രിപ്പാണ്, സിൽവർ സ്ട്രിപ്പ് ലെവല് ബ്രേക്കപ്പ് ഡിസൈനാണ്. ഇതെന്ന് വെച്ചാല് ഒറ്റ വാളില് ടെക്സ്ചർ ചെയ്യുമ്പോൾ അവർ ഫിനിഷിംഗ് കിട്ടാത്തതുകൊണ്ട് ബ്രേക്കപ്പ് ഡിസൈൻ എന്നുള്ള ലെവല്. ഓക്കെ. ആ വാള് നല്ല ഡിസൈൻ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിന് ഒരു മൂൺ ലൈറ്റ് തന്നെ പറയാല്ലേ? മൂൺ ടൈപ്പ് ലൈറ്റ് വരുന്നത് നല്ല 2 ലൈറ്റ് തന്നെ കൊടുത്തിട്ട് ആ ഒരു വാള് മനോഹരാക്കിയിട്ടുണ്ട്. ഇപ്പൊ എൻട്രൻസ് നേരെ കാണുന്നത് തന്നെയാണ് ഈ ഒരു ഊഞ്ഞാലിക്കുന്നത്. പിന്നെ ഇതില് ഇത് വുഡൻ തന്നെ. ഇത് വുഡ് ഫിനിഷിംഗ് തന്നെയാണ്. ഇതിന്റെ താഴത്തെ ഒരു മെറ്റൽ ഒക്കെ ചെയ്തിട്ട് തന്നെയാണ്. ഓക്കെ. എന്തായാലും സംഭവം സെറ്റ്. ഇനിയിപ്പോ നമ്മള് നേരെ ഇതും ഇത് കസ്റ്റമർ ആദ്യം ഇത് കോട്ടയാടാണ് ഫീൽ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇവിടുന്ന് അങ്ങോട്ട് കോട്ടയാട്. അതെ, ഈ ഒരു ലെവലില്. എന്നിട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഇതൊരു 4 ലെവലിലേക്ക് മാറ്റിയത്. കാരണം കസ്റ്റമർ NRI ഫാമിലീസ് ആണ്. അപ്പൊ അത് എന്തായാലും മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ നടക്കൂല. ഇനിയിപ്പോ നമ്മള് പറഞ്ഞ പോലെ കേറിയപാട് ഡയറക്റ്റ് ഈ ഒരു വ്യൂ കിട്ടി. ഇവിടെയാണ് ലിവിങ് വന്നിട്ടുള്ളത് അല്ലെ? ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടാണ് ലിവിംഗിലേക്ക് വരുന്നത്. ലിവിംഗിലേക്ക് വരുമ്പോ ഇവരുടെ ആ ഒരു സോഫയൊക്കെ സെറ്റ് ചെയ്ത രീതി പറയട്ടെ, എനിക്കൊരു ആ ഒരു ഗൾഫ് ഫീലാണ് കിട്ടുന്നത്. ഗൾഫിലെ അറബിയുടെ ആ ഒരു വീടല്ലേ, അതൊരു ഈ ഒരു സെറ്റിലാണ് ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കർട്ടൻ കൊടുത്തിട്ടുള്ളത് ലെങ്തി കർട്ടൺ ആണ് അല്ലെ? ഫുള്ള് ഈ ഒരു ഏരിയയിൽ അങ്ങനെ ലെങ്തി കർട്ടൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ കളറായാലും ടീം ഇവരെ എടുത്തു പറയാനുള്ളത്, ഇവരെ ഇന്റീരിയർ ചെയ്യുമ്പോൾ ആ ഒരു കളർ തീം എപ്പോഴും കീപ്പ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് അരൂമിന്റെ ഒരു എടുത്ത് പറയാനുള്ള ഒരു കാര്യം. പിന്നെ ഇവിടെയും ഒരു കർട്ടൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കർട്ടൻ ഇല്ലാത്ത ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നേരത്തെ പുറത്ത് കൊണ്ടുവന്ന ആ ഒരു ടെക്സ്ചർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ മൂൺ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സെയിം പാറ്റേൺ തന്നെ ഈ ഒരു വാളിലും കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ? ഒരു വാളിലും. പിന്നെ അതുപോലെ തന്നെ അടിപൊളി ഫ്രെയിം ഒക്കെ വെച്ചിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ സീലിംഗിൽ നോക്കുകയാണെങ്കിൽ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ വാളിൽ കണ്ട അതേ ഒരു ടെക്സ്ചർ അവിടെ സീലിംഗിൽ കൊണ്ടുവന്ന് പിന്നെ സെന്ററിൽ ലൈറ്റ് വരുന്നത് ഹാങ് ലൈറ്റ് തന്നെയാണ്. സെയിം ടെക്സ്ചറിനെ മേലും കൊടുത്തിട്ടുള്ളത്, സീലിംഗിലും കൊടുത്തിട്ടുള്ളത്. അവിടുന്നാണ് ഫാൻസി ലൈറ്റ് ഹാങ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇനിയിപ്പോ അതുപോലെ തന്നെ ഈ ഒരു സൈഡ് ലൈറ്റ്, ഈ ചെയറിന് എന്താ പറയാ? ഇതൊരു വിങ് ചെയർ അല്ലേ? നമ്മളെ ബോസിൽ ഇരിക്കുന്ന ചെയർ. അടിപൊളി സെറ്റ്. എടാ അതുപോലെ അവിടെ ഒരു കർവ്, ഈ ഒരു കർവ് സോഫയിൽ എങ്ങനെ വരുന്നതാ. ഇരുന്നതിന്റെ ആ ഒരു കൈവെക്കാനുള്ള കംഫർട്ട് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ തന്നെ ഒരു വൈറ്റ് ഇത് കാർപ്പറ്റ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കവർ ചെയ്തിട്ടില്ലല്ലോ, ഇവര് പുറത്തേക്ക് പോകുന്നതുകൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ടീ ടേബിളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ വീടിന്റെ
പറഞ്ഞ പോലെ മെയിൻ ഡോറിന്ന് ഫോയർ ഈ ഒരു ഭാഗത്തേക്ക് വന്ന് ഫോയർ, പിന്നെ അതുപോലെ തന്നെ ലിവിങ് ഏരിയയിലേക്ക് വന്ന് ഇനി നേരെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾക്ക് സ്റ്റെയർ കിട്ടുന്നുണ്ട്. സ്റ്റെയറിൻ്റെ പറയാനുണ്ട്. അതിനു മുമ്പ് ഈ ഒരു ഭാഗം ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് പറയാം. ഇപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഈ ഒരു ഇതൊരു സ്ട്രിംഗ് ആണ് വരുന്നത്. SS-ന്റെ തന്നെയാണ്. SS-ന്റെ ഇൻസുലേറ്റഡ്. ഒരു വ്യൂ കിട്ടാൻ വേണ്ടിക്കുള്ള ഒരു ഡിസൈൻ ചെയ്തതാണ്. ഓക്കെ. അവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഒരു വ്യൂ കിട്ടാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയാണ് ഡൈനിങ് ടേബിൾ വരുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ചെറിയൊരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടത്തെ വരെയാണ് നമ്മള് സാധാ വീട് നിൽക്കുന്നത്, ചുമര നിൽക്കുന്നത്. അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കാരണം ഈ ഡൈനിങ് അല്ലെങ്കിൽ ഈ ഒരു പാസേജ് ബുദ്ധിമുട്ട് വരും. പാസേജിന്റെ അങ്ങോട്ടേക്ക് എത്തുന്നത്. അതുകൊണ്ട് ആ സമയത്ത് തന്നെ നമുക്ക് കിട്ടിയതുകൊണ്ട് ഇതൊക്കെ നമുക്ക് ആ രീതിയിൽ പ്ലാൻ ചെയ്ത് ഇതാണ് എക്സ്റ്റീരിയറിലേക്ക് പോകുന്ന കോർട്ട്യാർഡ് അല്ലേ? ആ കോർട്ട്യാർഡിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ ഇതൊക്കെ റെഡിമെയ്ഡ് ആയിരിക്കും അല്ലേ? അല്ല, ഇത് റെഡിമെയ്ഡ് അല്ല. ഇത് നമ്മളെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ തന്നെ ചെയ്തതാണ്. അതന്നെ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് തന്നെ കൊണ്ടുവന്നതാ. അവിടെ ഇതിന് ഹാൻഡിൽ കൊടുത്തിട്ടില്ല, പുഷ് ബട്ടൺ ആണ്. സംഭവം എന്തായാലും സെറ്റ് ആയി. ഞാൻ കണ്ടപ്പോ റെഡിമെയ്ഡ് തന്നെ വിചാരിച്ചേട്ടാ. നല്ല ഫിനിഷിംഗും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ടെക്സ്ചർ ഇവിടെയും കൊണ്ടുവന്നിട്ടുണ്ടല്ലേ? ഓക്കെ. ഇനിയിപ്പോ നമുക്ക് ഏതായാലും കോർട്ട്യാർഡിലേക്ക് പോവാം. കോർട്ട്യാർഡിലേക്ക് പോകുമ്പോൾ ഫുള്ള് UPVC തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അയ്യോ, മഴയും പെയ്യുന്നുണ്ട്. മഴത്തിലുണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാല് ഒരു കോഫി കിട്ടോ? കുറിച്ചില്ലേ? അതല്ല, ഇനിയും കിട്ടോ? സംഭവം സെറ്റ് കേട്ടാ. വളരെ മനോഹരാക്കിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എടുത്തു വരാനുള്ള വേറൊരു കാര്യം, ഇവിടെ വന്നു കഴിഞ്ഞാൽ വീട്ടിന്റെ ആ ഒരു കളറില് മാറ്റം വരുത്തിട്ടില്ല. നമ്മൾ പുറത്ത് ആ ഒരു സൺസൈഡ് കൊടുത്ത രീതിയിൽ തന്നെയാണ് ഇവിടെ ഇതിന്റെ ടോപ്പ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയൊരു വാഷ് ബേസിൻ എല്ലാ വീട്ടിലും ഉള്ളിലല്ലേ വെക്കാം. അതെ, കാരണം ഇൻസൈഡ് വെക്കാതെ പുറത്ത് തന്നെ ഡൈനിങ്ങിന്റെ അടുത്ത് തന്നെ എന്നുള്ള രീതി. ഇത് ഡൈനിങ്ങിന്റെ വാഷ് പുറത്ത് തന്നെ കൊടുത്തിട്ടുള്ളത് അല്ലേ? ഓക്കെ. സംഭവം സെറ്റ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നല്ല ഗ്ലാസ് ഡിസൈൻ ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ടല്ലേ? ആ വിൻഡോ ആണ് ബെഡ്റൂം എന്നുള്ള വ്യൂ കിട്ടുന്ന ഒരു വിൻഡോ. ഇത് ബെഡ്റൂം എന്ന് വ്യൂ കിട്ടുന്നത്. നമുക്ക് എന്തായാലും ബെഡ്റൂം എന്ന് കാണാം. പിന്നെ അതുപോലെ തന്നെ ടെക്സ്ചർ, ആ പുറത്തെ ടെക്സ്ചർ എന്നല്ലേ, എക്സ്റ്റീരിയർ ടെക്സ്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഭാഗം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ആ ഗ്ലാസ് ബാക്ക് സൈഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫോയറിന്റെ ബാക്ക് സൈഡാണ് ആ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ കണ്ട ആ ലാൻഡ്സ്കേപ്പ് ഇപ്പൊ ഇവിടെ നിന്ന് പുറത്തുനിന്ന് കാണാൻ പറ്റും. ഇത് ചെടിയൊക്കെ വളർന്നു കഴിഞ്ഞാൽ നല്ല ഫീല് വരും. എന്തായാലും വളരെ മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അകത്ത് കയറിയിട്ട് ബാക്കി കാണാം. കാണുന്നതിന് മുമ്പ് ഈ ഡൈനിങ്ങിൽ ഇവർ ഓരോന്ന് സെറ്റ് ചെയ്തത്, ഇപ്പൊ പ്ലേറ്റ് ആയാലും അതിന്റെ ആ ഒരു ക്ലോത്ത് ആയാലും ഫുള്ള് സംഭവം കണ്ട. ഡൈനിങ് വളരെ മനോഹരമാക്കിയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടത്തിൽ ഇരുന്ന് തിന്നു കഴിഞ്ഞാലല്ല ഇതെന്താ ഒരു സിങ് ആണ്. സിങ് ചെയർ ആണല്ലേ? സെറ്റ് സാധനം കേട്ടാ. അപ്പോൾ നമ്മളെ ആ ഒരു ഏരിയ കഴിഞ്ഞ് നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റെയർ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഏരിയ കാണുന്നുണ്ട്. അതൊരു പ്രയർ റൂമാണ്. ഇത് പ്രയർ റൂം അല്ലേ? പ്രയർ റൂം ആക്കി സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഓപ്പൺ ആയിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾക്ക് ഇത് കിബിൽ ഇങ്ങോട്ട് തന്നെ ആയിരിക്കും. കറക്റ്റ് കിബില ഡയറക്ഷൻ തന്നെയാണ്. കിബില ഡയറക്ഷൻ തന്നെ വരുന്നത്. അപ്പോൾ വേറെ നമുക്ക് ലോ ലെവൽ തന്നെയാണ് ആ ഒരു സ്റ്റോറേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇതൊരു പ്രൊഫൈൽ തന്നെ, പ്രൊഫൈൽ ഫിനിഷിംഗ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് അല്ലേ? എന്തായാലും ആ സ്റ്റോറേജ് കൊടുത്തത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ സീറ്റിംഗ് സ്റ്റോറേജ് തന്നെയാണ് വരുന്നത്. സ്റ്റോറേജ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. കാരണം ഇത് ഓപ്പൺ ആയിട്ട് ഒന്നും കാണൂല, ബാക്കിയെല്ലാം ഉള്ളിൽ വരുന്ന രീതിയിൽ. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മള് പുറത്തുനിന്ന് കണ്ട ആ ഒരു UPVC അല്ലേ? അയവ ഇതിപ്പോ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഡൈനിങ് നടക്കും, നമുക്ക് വ്യൂ കിട്ടും അല്ലെ? ഡൈനിങ്ങിന്റെ രണ്ട് സൈഡും വ്യൂ ആയി. അത്യാവശ്യം ഒരു ഓപ്പൺ ഫീൽ തന്നെയാണ് മൊത്തത്തിലുള്ളത് അല്ലെ? പറഞ്ഞ പോലെ ഡൈനിങ്ങിന്റെ ഈ ഒരു ഭാഗത്തുനിന്നും ആ ഒരു ഭാഗത്തും നല്ലൊരു ഫീൽ തന്നെ വന്ന്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ സീലിംഗ് കൊടുത്തിട്ടുണ്ട്. സീലിംഗിന് പ്രൊഫൈൽ ലൈറ്റും സീലിംഗിന് വേണ്ടി തന്നെ ഒരു കട്ടൗട്ടും കൊടുത്തിട്ട് എല്ലാ സ്ഥലത്തും ആ രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളത് അല്ലെ? പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു കാലിഗ്രഫിയും കൊടുത്തിട്ടുണ്ട് അല്ലെ? അതായത് വളരെ മനോഹരമായിട്ട് തന്നെ ചെറിയ ഏരിയയിൽ ഭംഗിയാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ വരുമ്പോൾ നമ്മൾ സ്റ്റെയർ പറഞ്ഞത് എന്തായാലും മുകളിലേക്ക് കയറുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല ഓപ്പൺ
കിച്ചണാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? Yes. എന്തായാലും കിച്ചണിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ ഒരു റൂമുണ്ട്, അതുപോലെ തന്നെ ആ ഒരു ഭാഗത്ത് ഒരു റൂമുണ്ട്. ഇങ്ങനെ 2 റൂമാണ് താഴെ വരുന്നത്. ബെഡ്റൂം പിന്നെ ഇതാ ഒരുപാട് പറയാനുണ്ട് ബെഡ്റൂമിന്റെ കാര്യത്തിലല്ലോ, അതെല്ലാം നമുക്ക് പറയാം. അതിനു മുന്നേ നമുക്ക് ഓപ്പൺ കിച്ചൺ ഒന്ന് കാണിച്ചോടെ? ഓക്കെ, അപ്പോൾ കിച്ചണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? വളരെ മനോഹരമായിട്ട് തന്നെ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ എന്നുള്ള രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു വിനീർ ഫിനിഷിങ്ങിൽ ഒരു ഓപ്പൺ റാക്ക് ഫീൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ക്യൂബ്സ് ലെവലിൽ സാധനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ പ്രൊഫൈൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് പ്രൊഫൈൽ ഡോറാണ്. നേരത്തെ കണ്ടത് ഗോൾഡൻ ഫിനിഷ് ആണെങ്കിൽ ഇത് ബ്ലാക്ക് ഫിനിഷിംഗ് വന്നു. പിന്നെ അതിന് മാച്ച് ആയിട്ട് തന്നെ ഹാൻഡിൽ കാര്യങ്ങളൊക്കെ കൊടുക്കും. ഇതിന്റെ പേര് എന്ന് പറഞ്ഞാൽ വിന്റേജ് ഡിസൈൻ ആണ്. വിന്റേജ് ഡിസൈൻ അല്ലേ? വിന്റേജ് ഡിസൈനിൽ നിങ്ങൾക്ക് കൊടുത്ത ആ ഒരു ഹാൻഡിലൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ? വളരെ മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇതൊക്കെ പക്ക നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു വിന്റേജ് ലുക്ക് തന്നെ വന്നല്ലേ, പേര് മാത്രമല്ല. ഓക്കെ, സംഭവം സെറ്റ് ആയിട്ട് ഡോറും കൊടുത്തിട്ടുള്ളത്. ഈ ഡോറ് ശരിക്കും അവിടെ ഡോർ ഉണ്ടായിരുന്നില്ല, ഓപ്പൺ ഫീൽ ആണ്. അത് ഈ ഒരു ലെവൽ തന്നെ നിർത്തിച്ചിട്ട് ഒരു ഡോർ എൻട്രി ഫീൽഡിൽ തന്നെ ചെയ്തിട്ടുള്ളത്. അവിടെയാണ് വർക്ക് ഏരിയയും കാര്യങ്ങളൊക്കെ പോകുന്നത്. വർക്ക് ഏരിയ വരുന്ന ഭാഗത്തേക്ക് ഒരു സിമ്പിൾ ഡോർ കൊടുക്കുന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതിന് ടോപ്പ് വരുന്നത് കോട്ട്സ് അല്ലേ? അത് വൈറ്റിലാണ് വരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ താഴത്തെ സ്റ്റോറേജ് ഒക്കെ വരുന്നത് വിന്റേജിന്റെ ഫിനിഷിംഗ് ആണ്. ഓക്കെ, പിന്നെ ഹാൻഡിൽ എല്ലാം മൊത്തത്തിൽ ആ ഒരു ഹാൻഡിൽ തന്നെ കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അല്ലേ? വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ ഉള്ളിലേക്ക് ഇത് ശരിക്കും ഒരു വലിയൊരു സ്പേസ് ആണ്. അതാണ് ഡിവൈഡ് ചെയ്തിട്ട് അപ്പുറം ഒരു സ്റ്റോർ റൂം ലെവലും ഇപ്പുറം ഒരു ഓവൺ പൊട്ടിച്ച് എല്ലാം ഇൻബിൽട്ട് ആയിട്ട് വരുന്ന രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫിനിഷിങ് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഉറപ്പ് പറയാം, ഈ കിച്ചണിന്റെ കാര്യത്തിൽ നിങ്ങൾ ആ റൂമിനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പക്കായിരിക്കും. കാരണം ഞാൻ കുറേ കിച്ചൺ കണ്ടിട്ടുണ്ട്, അതിലൊക്കെ എനിക്ക് മതിപ്പ് തോന്നിയത് അരൂം ഇന്റീരിയേഴ്സിന്റെ കിച്ചൺ തന്നെയാണ്. ഇവിടെ ഒരു ഹൈലൈറ്റ് ഉണ്ട്. ഇവിടെ എന്താ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെയാണ് മൊത്തം ടി വി ബോക്സും കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇത് എവിടെയും കണ്ടിട്ടില്ല ഓപ്പൺ ആയിട്ട്. അപ്പോൾ ഇത് മൊത്തം ഇതിലും അതെ വേറൊരു ടി വി ബോക്സ് ആണുള്ളത്. സംഭവം തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കവറായും ചെയ്ത് ഒരു ഡിസൈനും ആയി. സാധാരണ ടി വി ബോക്സ് കവർ ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ എന്തെങ്കിലും ഫ്രെയിമോ കാര്യങ്ങളോ വേറെ എക്സ്റ്റെൻഡ് കിട്ടും. ഇതിന്റെ ഒക്കെ തന്നെ ഒരു ഡിസൈൻ കീപ്പ് ചെയ്താണ്. ഇവിടെ ഒരു ലെഡ്ജ് വന്നത് ഒരു ചെറിയൊരു ഡിസൈൻ കീപ്പ് ചെയ്യാൻ ഇഷ്ടം, ഒരു ബ്രേക്കപ്പ് ഡിസൈൻ. പിന്നെ അതുപോലെ തന്നെ ഇനി നമ്മൾ സീലിംഗ് നോക്കുകയാണെങ്കിൽ സീലിംഗിനും പ്രൊഫൈൽ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ഈ ഒരു കാര്യം വിട്ടുപോയല്ലേ, ഈ ബ്രേക്ക്ഫാസ്റ്റ് ട്രാവലിന് നേരെ മുകളിലായിട്ട് 3 ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ് തന്നെ കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഇത് ടൈൽസ് തന്നെയാണ് വരുന്നത് അല്ലേ? ബിറ്റ്വീൻ മാത്രമേ ടൈൽസ് കൊടുത്തുള്ളൂ. ബാക്കി മേലിൽ വരുന്നത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ടെക്സ്ചർ ഫീൽ മുകളിൽ ടെക്സ്ചർ ഫീൽ കൊടുത്ത് ഇവിടെ മാത്രം ടൈല് കൊടുത്ത് ഫിനിഷ് ചെയ്തല്ലേ? ഇനിയിപ്പോ നമ്മൾക്ക് ഏതായാലും ബാക്കിയുള്ള ഒരു മെയിൻ ഏരിയയിലേക്ക് പോകും. ഓക്കെ, ഇനി നമ്മൾ നേരെ പോകുന്നത് ഇത് സെക്കൻഡ് കിച്ചൺ മീൻസ് അപ്പോ ഇനി വേറെ കിച്ചൺ ഒരു വർക്ക് ഏരിയ വേറെ ഉണ്ട്. ഓക്കെ, ഇതും നല്ല ആ ഒരു കളറ് സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് ടോപ്പ് കൊടുത്തിട്ടുള്ളത് കോട്ട്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇത് അക്രിലിക് ഫിനിഷിലാണ് പ്രൊഫൈൽ ഹാൻഡിലൊക്കെ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയാണല്ലേ നമ്മുടെ ഹോബ് ഹുഡൊക്കെ അല്ലേ വരുന്നത്. ഓക്കെ, ഇനിയിപ്പോ ഇതിന്റെ താഴെ നമ്മൾ സാധാരണ കൊടുക്കുന്ന തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇതെല്ലാം അക്രിലിക്കിൽ തന്നെ ഫുൾ അക്രിലിക്. ഇവിടെ ഇത് നമ്മളെല്ലാ സ്ഥലത്തും കാണുന്ന സ്റ്റോർ റൂം ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നതാണ്. ഇത് കണ്ട ആരെങ്കിലും സ്റ്റോർ റൂം ഇത് പ്രൊഫൈൽ ഡോർ തന്നെയാണ്. റോസ് ഗോൾഡ്. ഈ റോസ് ഗോൾഡ് തന്നെയാണ് ഈ ഹാൻഡിൽ വരുന്നത്. നമ്മള് അക്രിലിക്കിന്റെ സ്റ്റോർ റൂമാണ് കേട്ടാ. നമ്മളെ വീട്ടിലെ സ്റ്റോർ റൂമിൽ കേറിയാലുണ്ടല്ല നോക്കിയ സംഭവം സെറ്റാ. ഓരോ പാത്രം നോക്കടാ. ഇനിയിപ്പോ താഴെ നോക്കിക്കഴിഞ്ഞാലും വലിയ പാത്രം വേറെ ഉണ്ട്. വളരെ മനോഹരമായിട്ട്. ഇത് സ്റ്റോർ റൂമെന്ന് പറയൂല, എല്ലാ പാത്രങ്ങളും ചെറിയ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഒരു മെറ്റലിനെ കൊണ്ട് കറുവത്തെ തട്ടടിച്ചിട്ട് ആക്കിയിട്ടൊന്നും എക്സ്പെൻസ് ഇതാക്കാതെ ഒരു സ്പേസ് കിട്ടിയപ്പോ നമുക്ക് ആ ലെവലിലേക്ക് കൊണ്ടുപോയത്. ഇതെല്ലാം സ്റ്റോർ ചെയ്യാൻ പറ്റിയ എല്ലാ സാധനങ്ങളും നല്ല നല്ല സെറ്റ് സംഭവങ്ങൾ കേട്ടാ.
എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ സ്റ്റോർ എന്ന് പറയുന്നത് ഇതിനേക്കാളും ബെഡ്റൂമിൽ വരാണ്ടത്ര പ്രൊഫൈലെ കൊണ്ടുള്ള മൊത്തം കളി തന്നെയാണ് ബെഡ്റൂമിലുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ സെക്കൻഡ് കിച്ചണിൽ ഈ സ്റ്റോർ റൂം കൂടി നിങ്ങൾ കണ്ടില്ലേ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയാണ് നമുക്ക് ഫ്രിഡ്ജ് കീപ്പ് ചെയ്തിട്ടുള്ളത് അല്ലേ. അതും പിന്നെ അതിന്റെ സൈഡിലൊക്കെ ഫുൾ മൊത്തം ഒരു വാൾ ഡിസൈൻ. ഇതൊക്കെ സ്റ്റോറേജ് തന്നെയല്ല, മൊത്തം സ്റ്റോറേജ് തന്നെ വരുന്നത്. മൊത്തം സ്റ്റോറേജ് തന്നെ വരുന്നത് അല്ലേ. ഇത് ലെങ്ത് മുകളിലും സ്റ്റോറേജ്, ഫുൾ ഹൈറ്റിൽ സ്റ്റോറേജ്. ഓക്കെ, എന്തായാലും സംഭവം സെറ്റ്. ഇനിയിപ്പോ നമുക്ക് നെക്സ്റ്റ് വർക്ക് ഏരിയ ലോണ്ടറി ഉണ്ട്, ലോണ്ടറി ഏരിയ ഉണ്ട്. അതിപ്പോ ഇതിലായിരിക്കുമല്ലോ. ഇനിയിപ്പോ ഇവിടത്തേക്ക് വരും. ഇതൊന്ന് ഡബിൾ ഡോർ ചെയ്തിന്, കാരണം ആ സ്പേസ് മാനേജ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇവിടെ ഒരു സ്പേസ് മാനേജ് ചെയ്യാൻ വേണ്ടിട്ട് ചെയ്തതല്ലേ. ഇതിപ്പോ എന്ത്, ഇതാണ് ലോണ്ടറി റൂം. ലോണ്ടറി റൂം, ഇത് ലോണ്ടറി റൂമായിട്ട് സെപ്പറേറ്റ് ചെയ്തതല്ലേ. ഇവിടെ സ്റ്റോറേജ്, മഫിങ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആക്കി മാറ്റി. മൊത്തത്തിൽ പറഞ്ഞ എല്ലാം സെറ്റാണ് ഇവിടെ. എല്ലാത്തിനും സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ആ സ്പേസ് ആണെങ്കിൽ വളരെ നീറ്റിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇത് ഫുള്ള് ലോണ്ടറി കാര്യങ്ങൾ അല്ലേ, സെറ്റ് കേട്ടാ. പിന്നെ അതുപോലെ തന്നെ ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വരുന്നത്. പിന്നെ ലോണ്ടറി, ബാക്കി ഐറ്റംസ് വെക്കാനുള്ള ലോണ്ടറിന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വരുന്നു. ഈ ബിന്ന് എടുക്കാൻ വേണ്ടി പറ്റുമോ? ഈ ബിന്ന് എടുക്കാനും വേണ്ടി പറ്റും കേട്ടാ. അപ്പൊ ലോണ്ടറി ഡ്രസ്സ് ഇടാനുള്ള. പിന്നെ അതുപോലെ തന്നെ ഇതാ ലോണ്ടറി റൂമിന്റെ ചെറിയൊരു ബോർഡും ഇവിടെ ഉണ്ട് കേട്ടാ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇനി ടോപ്പ് വരുന്ന കോഴ്സ്. പിന്നെ ഈ ഇവരെന്ത് ഐറ്റംസ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കളർ മാച്ച് ചെയ്തിട്ടുണ്ടാ, ബ്ലൂ വൈറ്റ്. ഇവിടെ ലാമിനേഷൻ ബ്ലൂ ആൻഡ് വൈറ്റ് തന്നെ കൊണ്ടുവന്നിട്ട് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ബാത്റൂം വരുന്നുണ്ട്. പിന്നെ ക്ലോക്കും ബ്ലൂ ആൻഡ് വൈറ്റിൽ അങ്ങനെ തന്നെ കൊണ്ടുവന്നിരിക്കുമല്ലോ. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത് ഇവിടെ കുറെ സ്റ്റോറേജ് കാണുന്നുണ്ട്. ഇതൊക്കെ ഇത് അയണിങ് ഏരിയ ആണ്. ഇതെങ്ങനെയാ അങ്ങനെ വിളിച്ചിട്ട് ജസ്റ്റ് റൊട്ടേറ്റിംഗ്. യെസ്, എന്നിട്ട് അയൺ ചെയ്യുന്നത് ഇതിനുള്ളിലാണ്. അയൺ ബോക്സ് അതിനുള്ളിൽ തന്നെ സോക്കറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇതിന്റെ ഉള്ളിൽ തന്നെ സോക്കറ്റ് കൊടുത്ത് ഇവിടുന്ന് അയൺ ബോക്സ്. അപ്പൊ ഞാൻ പറഞ്ഞതില് എന്തോ മാറ്റം ഉണ്ടാ, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെതായ രീതിയിൽ. മാക്സിമം സ്റ്റോറേജ് അടക്കമാണ്, കാരണം എല്ലാം ടോപ്പിലേക്ക് തന്നെ കൊണ്ടുപോയിട്ട് ലോഫ്റ്റ് അടക്കം ചെയ്തിട്ടുണ്ട്, സീലിംഗ് ടച്ച് ചെയ്യുന്ന രീതിയിൽ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഒരു ബ്രേക്കപ്പ് ലെവൽ തന്നെയാണ് എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ സെറ്റ്. ഇതൊരു ചെറിയ റൂമാണെങ്കിൽ നമുക്ക് വൈഡ് തോന്നുന്ന ഒരു കളറിന്റെ തീമിലാണ്, ഈ കളർ തീമിലല്ലേ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇനി നമ്മള് നേരെ പോകുന്നുണ്ടെങ്കിൽ പുറത്തെ വർക്ക് ഏരിയ ഉണ്ട് അത്ര അല്ലേ. ഓക്കെ, വർക്ക് ഏരിയയിലേക്കാണല്ലേ. അപ്പൊ നല്ല വിശാലമായ വർക്ക് ഏരിയ തന്നെ ഉണ്ടല്ലേ. അത് നല്ല വെളിച്ചം കിട്ടുന്നുണ്ടല്ലോ. ഇത് പൊതുവെ എല്ലാവരും ഒരു ഗ്രില്ല് ചെയ്തിട്ടാണ് വർക്കിംഗ് കിച്ചൺ ചെയ്യുക. പക്ഷെ ഇത് ഫുള്ള് ഗ്ലാസ്, ഇത് UPVC തന്നെ ആയിരിക്കും അല്ലേ. UPVC തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ വർക്ക് ഏരിയന്റെ ആ ഒരു ഇത് ടോപ്പിൽ ഗ്രാനൈറ്റ് ആയിരിക്കും, ഗ്രാനൈറ്റ്. പിന്നെ ഇവിടെ ഡിഷ് വാഷർ അല്ലേ. പിന്നെ ഈ താഴെ സ്റ്റോറേജ് ചെയ്താണ് PU ഫിനിഷ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ടോപ്പിൽ ഇത് എക്സ്ട്രാ കൂട്ടിയെടുത്തതാണ്, ഷീറ്റാണ് ഇട്ടിട്ടുള്ളത്. ഇതിന്റെ ഭാഗമല്ല, ചെയ്തിട്ടില്ല. പുറത്തേക്ക് ഇറങ്ങുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിച്ചണിൽ നിൽക്കുന്ന ഫീൽ ഉണ്ടാവില്ല, ഫുൾ ഓപ്പൺ ആയിട്ടാണ് ഉള്ളത് അല്ലേ. ഇതിപ്പോ ഏത് ഭാഗത്ത് ഫുള്ളായിട്ട് അങ്ങനെ UPVC-യും ഗ്ലാസ് വിൻഡോ ആണ്. എക്സിറ്റ് ഡോർ അടുത്ത് തന്നെ ഉണ്ട്, എക്സിറ്റ് ഡോർ ഇവിടെ തന്നെ ഉണ്ട്. അതും ഫ്രണ്ടിലേക്കുള്ള ഡോർ അല്ലേ. അതന്നെ, ഫ്രണ്ടിലേക്ക് ഇറങ്ങുന്ന ഡോറാണ്. ഡൈനിങ് ഇവിടെ തന്നെ ഒരു ചെറിയൊരു ഡൈനിങ് ടേബിളും കൊടുത്തിട്ടുണ്ട് നാലാക്കിയിരിക്കാനുള്ള. അപ്പോൾ സെറ്റ് സംഭവം. അപ്പോൾ നമ്മൾ താഴത്തെ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. 2 ബെഡ്റൂം കൂടി താഴെ ഉണ്ട് കേട്ടോ. അത് നമ്മൾ സെക്കൻഡ് എപ്പിസോഡിലിടും. പിന്നെ അതുപോലെ തന്നെ മുകളിൽ ഗ്ലാസ് ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, ബെഡ്റൂം ഉണ്ട്, ബെഡ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നമ്മൾക്ക് നെക്സ്റ്റ് ബെഡ്റൂമും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ ഇടാൻ നിൽക്കുന്നത്. കാരണം കുറേ ലെങ്ത് ആവും വീഡിയോ, അതുകൊണ്ടാകും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അരൂം ഇന്റീരിയേഴ്സിനെ കോൺടാക്ട് ചെയ്യുക, ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഗ്ലാസ് ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം.